ഇനി നമുക്ക് കോളിലിത്യാസിസ് എന്താണെന്ന് നോക്കാം. ഗാൽ ബ്ലാഡറിന്റെ ഇൻഫ്ലമേഷനെയാണ് കോളിലിത്യാസിസ് എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്സ് ഉണ്ട്, അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ. അക്യൂട്ട് ടൈപ്പ് അസോസിയേറ്റഡ് വിത്ത് ഗാൽ സ്റ്റോൺസ്. ഇനി നമുക്ക് ക്രോണിക്കിലേക്ക് വരുമ്പോൾ ദേ ആർ എ കാൽക്കുലസ്. അവിടെ ഗാൽ സ്റ്റോൺസ് പ്രസൻസ് ഒന്നും ഇല്ല, പക്ഷേ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൈലെൻഡിങ് ആൻഡ് ഓൾസോ മസിൽ വോൾ ഡിസീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഗാൽ ബ്ലാഡറിൻ്റെ ഫൈബ്രോട്ടിക് ആൻഡ് കോൺട്രാക്റ്റിക് ആകുന്നു. ഇനിയും അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പെയിന് ഉണ്ടാകുന്നു, എപ്പിഗ്യാസ്ട്രിക് പെയിൻ ഉണ്ടാകുന്നു. പിന്നെ ഫുഡ് കഴിഞ്ഞ് 2 to 6 hours കഴിഞ്ഞാണ് പെയിൻ കാണുന്നത്. അതുപോലെ തന്നെ മർഫി സൈന് പേഷ്യൻറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ, അതായത് പേഷ്യൻറ്റിൻ്റെ ഹെപ്പറ്റിക് റീജിയനിന് താഴെയായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ നോസിയ, വൊമിറ്റിങ്, ഡീഹൈഡ്രേഷൻ, ടക്കിക്കാർഡിയ, ഫ്ലാറ്റ് ലാൻസ് ഇതൊക്കെ ഉണ്ടാകുന്നു. ഇൻ കേസ് ഓഫ് ബൈലറി ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് യൂറിൻ്റെ ഡാർക്ക് കളറേഷൻ, അതുപോലെ യൂറിൻ വിൽ ബി ഫോംഡ് ഇൻ നേച്ചർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ ആണ് ജോണ്ടിസ്. ഇതൊക്കെയാണ് സിംറ്റംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ വൊമിറ്റിംഗ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ കെപ്റ്റിൻ MBO. ഇനി സീവിയർ വോമിറ്റിംഗ് കേസിൽ ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ പെയിൻ റിലീഫ് ചെയ്യാനായിട്ട് നമുക്ക് അനാൾജസിസ് നൽകാം. സ്മൂത്ത് മസിൽസ് റിലാക്സ് ആവാനായിട്ട് ആൻറ്റിസ്പാമോഡിസിസ് നൽകാം. ഇതൊക്കെയാണ് നമ്മൾ മെഡിക്കേഷൻസിനകത്ത് നൽകുന്നത്. ഇനി ക്ലൈൻറ്റ് എഡ്യൂക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫാറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യുക, അതുപോലെ ഗ്യാസ് ഫോമിങ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയുക. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈൻറ്റ് എഡ്യൂക്കേഷന് നമ്മൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനിയും സർജിക്കൽ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കോളക്ടമി ചെയ്യാറുണ്ട്, അതായത് റിമൂവൽ ഓഫ് എൻറ്റയർ ഗാൽ ബ്ലാഡർ. അതുപോലെ ഗാൽ സ്റ്റോൺസ് ഉണ്ട് എങ്കിൽ പേഷ്യൻസ് കോളക്ടമി ചെയ്യാറുണ്ട്. അതായത് ബയൽ ഡക്റ്റിൽ ഒരു ഇൻവേർഷൻ ചെയ്ത് ഗാൽ സ്റ്റോൺസിനെ പുറത്തെടുക്കുന്നു. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ഇനിയും ഈ പ്രൊസീജിയറിന് ശേഷം കൊടുക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻറ്റിനെ MBO സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് പേഷ്യൻറ്റിൻ്റെ MBO സ്റ്റാറ്റസ് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി പേഷ്യൻറ്റിന് ടോളറൻസ് അനുസരിച്ച് മാത്രം ക്ലിയർ ഫ്ലൂയിഡ്സിലേക്കും ലിക്വിഡ് ഡയറ്റിലേക്കും മാറ്റാൻ സാധിക്കും. എയർലി ആംബ്യൂട്ടേഷന് വേണ്ടി പേഷ്യൻറ്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പേഷ്യൻറ്റ് ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് സ്പ്ലിൻറ്റിങ് വൈൽ കഫിങ്. അതായത് ഇൻസിഷൻ ഏരിയയിൽ എന്തെങ്കിലും പില്ലോസ് വെച്ച്, അതായത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റെസ്റ്റ് എടുക്കുക. ഡ്രെയിനേജ് എമൗണ്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും ഓർഡർ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സസ് ഫ്ലോ ഉണ്ട് എങ്കിൽ നമ്മൾ ഹെൽത്ത് പ്രൊവൈഡറിൻ്റെ ഹെൽപ്പ് തേടുക.